ഈ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ഗൈസ്. അത്രയും നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഈ വീഡിയോ. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നും നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി ആയി. ഇത് അച്ഛൻ്റെ സ്പെഷ്യൽ തലശ്ശേരി ബിരിയാണി ആണ് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 3/4 കിലോ ജോക്കറിന്റെ അരി എടുത്തിട്ട് അത് തിളപ്പിച്ച് ഊറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. കലത്തിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉപ്പ്, വെളിച്ചെണ്ണ, വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഫുൾ ലെഗ് പീസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെഗ് പീസ് ഒക്കെ കഴുകി എടുത്തിട്ട് അതിലേക്ക് വര ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സിയിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സബോള നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ അരി ഇതാ വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. നല്ല വെന്ത അരിയാണെങ്കിൽ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ സബോളൊക്കെ ഇതാ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ചോറിന്റെ പരിവം. അതൊക്കെ സെറ്റ് ആയതിനു ശേഷം നമ്മളൊരു വലിയ പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച് അരപ്പ് ഇതിലേക്ക് ഇട്ട് പച്ചമണം വാടുന്ന വരെ ഇളക്കി എടുത്തിട്ട് അതിലേക്ക് കരിവേപ്പിലയും തക്കാളി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്താണ് ബിരിയാണി മസാല ചേർത്ത് നമുക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്തെടുക്കാം. മസാലകളും അതിന്റെ അളവുകളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പൗസ് ആക്കിയിട്ട് കാണാവുന്നതാണ് കേട്ടോ. മസാലകളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് ഉപ്പ് ചേർത്തെടുക്കാം. ചിക്കനുള്ള ഉപ്പും കൂടി എക്സ്ട്രാ ചേർക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വറുത്ത് വെച്ച സബോളയും കൂടി അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഇത് അമ്മ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് ഓരോരോ ലെഗ് പീസ് ആയിട്ട് അതിൽ ഇട്ട് കൊടുക്കാം. 10 ലെഗ് പീസാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ലെഗ് പീസിലോട്ടൊക്കെ മസാല കയറിപ്പിടിക്കുന്ന ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി മറച്ചിടാം. എന്നിട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്ത് അതിലേക്ക് പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം പിടിക്കുന്ന സ്റ്റേജാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കാട്ടിയും വലിയ പാൻ എടുത്ത് നമുക്ക് ദമ്മിടാൻ തുടങ്ങാം കേട്ടോ. ആദ്യം പാനിലേക്ക് ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലെയർ ആയിട്ട് റൈസും അതിൻ്റെ മേലെ കൂടെ എണ്ണയിൽ മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എല്ലാ റൈസും കൂടെ അതിൽ തട്ടി കൊടുത്ത് 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ആ ചിക്കൻ്റെ മസാലയൊക്കെ ആ റൈസിലേക്ക് കയറി പിടിച്ചിട്ടുണ്ടായിരിക്കും. ഭയങ്കര മണമാണ് കേട്ടോ അത് തുറക്കുന്ന സമയത്ത്. എന്നിട്ട് നമ്മൾ റൈസും മസാലയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു രസത്തിന് നമ്മളിത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സവാളയും അതുപോലെ തന്നെ നല്ല ചമ്മന്തിയും പപ്പടം വെച്ചെടുക്കുന്നുണ്ട്. ആ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ബൈ.